കേരളത്തിൽ നാമഹരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന സുവിശേഷീകരണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി ലൈവ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പർവ്വതങ്ങൾ കടന്ന് കടലുകൾ കടന്ന് ക്രൈസ്തവ മാർഗം ഇന്നും പലയിടങ്ങളിൽ ചൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊക്കെയും വഴിതെളിക്കുന്നത് സുവിശേഷീകരണം തന്നെയാണ്. ഈ സുവിശേഷീകരണം അല്ലെങ്കിൽ ഈ ക്രൈസ്തവ മാർഗം പണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ മലകൾ കടന്ന് എത്തിയിരിക്കുന്നു. പാപികളുടെ മാനസാന്തരം, രോഗങ്ങൾക്കുള്ള സൗഖ്യം, രോഗശാന്തി, അങ്ങനെ പലതരത്തിൽ ഈ സുവിശേഷീകരണത്തിലൂടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്ഭുതങ്ങൾ കണ്ട് ദൈവത്തിങ്കിലേക്ക് കടന്നു വന്നവർ ഒത്തിരി പേർ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ നമുക്ക് ഇന്ന് നോക്കിയാൽ കാണുവാൻ സാധിക്കും. പക്ഷേ എവിടെയോ നമ്മൾ വീട് പോയിരിക്കുന്നു. ഇന്ന് പലപ്പോഴും ബിസിനസ്സിന് വേണ്ടിയും ഇന്ന് പലപ്പോഴും ദൈവത്തിൽ നിന്ന് പലതും നേടുന്നതിന് വേണ്ടിയും സുവിശേഷീകരണത്തെ ഉപയോഗമായി അല്ലെങ്കിൽ ഉപാധിയായി കൊണ്ടു നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിന് വേണ്ടി, പലതരത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി, സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇതിനൊക്കെയും സുവിശേഷീകരണത്തെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. നമുക്ക് എവിടെ പിഴവ് സംഭവിച്ചിരിക്കുന്നു? നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ പിശാചിനെ അടിയറവ് വെച്ചപ്പോ പിശാച് എങ്ങനെയും ക്രൈസ്തവ സമൂഹത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ശിഷ്യന്മാരൊക്കെയും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിലൊക്കെയും അതീവ കഠിന പീഡനങ്ങൾ അയച്ചുകൊണ്ട് ശിഷ്യന്മാരെ പലതരത്തിലും തെറ്റിയൊഴിയിൽ നാടുകളെ പോലെ ആക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടതകൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പോലും അവരൊരിക്കലും പിശാച് ആഗ്രഹിച്ച വഴിയിലേക്ക് പോകാതെ കർത്താവിലേക്ക് ഉറച്ചു നിന്നതുകൊണ്ട്, കർത്താവിൽ പിടിച്ചു നിന്നതുകൊണ്ട് പിശാചിന് മനസ്സിലായി പീഡനങ്ങൾ കൊണ്ട് ഒരിക്കലും ക്രിസ്ത്യാനികളെ ക്രിസ്തുവിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ സാധിക്കുകയില്ല എന്ന് പിശാചിന് അവിടെ മനസ്സിലായി. അതിൽ നിന്ന് കടന്ന് AD 312 കാലഘട്ടത്തിലേക്ക് കടന്നു വന്ന സമയത്ത് അവിടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എന്ന് പറയുന്ന ചക്രവർത്തി ക്രിസ്ത്യാനികൾ എല്ലാവരും ക്രിസ്ത്യാനികളാകണമെന്ന് പറഞ്ഞുകൊണ്ട് പലരെയും ഈ അവരുടെ ചക്രവർത്തി വാഴുന്ന സ്ഥലത്ത്, ആ രാജ്യത്ത് അതിനൊരു കൽപ്പന പുറപ്പെടുവിച്ചു. ഈ കൽപ്പനയിലൂടെ എല്ലാവരും ക്രിസ്ത്യാനിയായി മാറി. ഈ ക്രിസ്ത്യാനിയായി മാറിയത് പിശാചിന്റെ ഒരു തന്ത്രമായിരുന്നു. ആ ഒരു മാറ്റത്തിലൂടെ ദുരുപദേശങ്ങളും വിഗ്രഹാരാധനകളും പലതരത്തിലുള്ള പല കാര്യങ്ങളും അവരുടെ ഹൃദയങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി. ദുരുപദേശങ്ങളിലും അന്യത ഉപദേശങ്ങളൊക്കെ ആ കാലഘട്ടത്തിലാണ് ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് ഊഴ്ന്നു കയറി വന്നത്. അവിടെ അതുകൊണ്ട് തന്നെ പലരും ഇന്ന് കാണുന്ന റോമൻ കത്തോലിക്ക അവിടെ ഉടലെടുക്കുവാൻ തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയാണ് വിഗ്രഹാരാധനയും പല കാര്യങ്ങളും ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് കടന്നു വന്നത്. ഇന്ന് കാണുന്ന പല ആഘോഷങ്ങളുടെയും കാരണം തന്നെ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എല്ലാവരെയും ക്രിസ്ത്യാനിയാകുവാൻ ആഹ്വാനം ചെയ്തതിന്റെ പിന്നാലെ കടന്നു വന്നിരിക്കുന്ന കാലമാണ്. അങ്ങനെ പലതരത്തിൽ ദുരുപദേശങ്ങൾ കടന്നുകൂടിയ ക്രിസ്തീയ സമൂഹം പലതരത്തിൽ വ്യതിചലിച്ച് കർത്താവിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുക. അത് പിശാചിനൊരു തന്ത്രമായിരുന്നു. അവിടെ പിശാച് പലതരത്തിൽ അവരെ ആ ഒരു യേശുക്രിസ്തുവിൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയിലേക്ക് പലരെയും കൊണ്ടുപോയപ്പോ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ആ ദേവദാസൻ അവിടെ ഒരു നവോത്ഥാനം കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. ദൈവിക തീസീസുകൾ എഴുതി തന്റെ ആ ചർച്ചുകളുടെ മുന്നിലെ വാതിലുകളിൽ അവൻ എഴുതി വെച്ചിട്ട് അതിന്റെ നവോത്ഥാനം സംഭവിച്ചു. അങ്ങനെ അവിടെ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് ഉടലെടുക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് 1517 കാലഘട്ടത്തിൽ അവിടെ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് ഉടലെടുത്തു. ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന പെന്തക്കോസ്ത് സഭകളും ക്രൈസ്തവ റോമൻ കത്തോലിക്ക അല്ലാത്ത മറ്റു തരത്തിലുള്ള പല ഓർഗനൈസേഷൻസും ഉടലെടുക്കുവാൻ ഇടയായിത്തീർന്നു. ഈ ഉടലെടുത്തത് ഇന്നും അന്ന് കടന്നുകൂടിയ ദുരുപദേശങ്ങളും അന്ന് കടന്നുകൂടിയ അന്യതാ ചിന്തകളൊക്കെയും ഇപ്പോഴും നമ്മുടെ സഭകളിൽ മലയടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുവാൻ വളരെ വിഷമത്തോടെ പറയുവാനല്ലാതെ നമുക്ക് മറ്റൊന്നും സാധിക്കുകയില്ല. മറ്റൊന്നുമല്ല, ഇന്നും ഈ ദുരുപദേശങ്ങളും ഇന്നും അനാചാരങ്ങളും ഒക്കെ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ബൈബിളിൽ നിന്ന് വ്യതിചലിച്ച് പലതരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഒരു നവോത്ഥാനം നമ്മളുടെ ഇടയിലും നടക്കേണ്ടുന്ന കാലം ആവശ്യം ഏറെയായിരിക്കുന്നു. എവിടെയും സുവിശേഷീകരണമില്ല. സുവിശേഷീകരണം ബിസിനസ്സിന് മാത്രം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഇന്ന് കൺവെൻഷൻ സീസണിന്റെ കാലഘട്ടമാണ്. പലയിടങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൺവെൻഷൻ ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. രോഗശാന്തി, യേശു വരുന്നു, അത്ഭുത സൗഖ്യം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അഗ്നി അഭിഷേകം, അങ്ങനെയൊക്കെ പറഞ്ഞ് സംഗീത വിരുന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള നാമം നൽകിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ പേരിൽ പല നാമങ്ങളും നൽകിക്കൊണ്ട് കൺവെൻഷനുകൾ അവിടെയിടങ്ങളിൽ
സ്ഥലങ്ങളിലായിട്ട് കാണുന്നത് നമുക്ക് ഇന്ന് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് വളരെ ബോർഡുകളൊക്കെ കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ് ഈ ഈ കൺവെൻഷനുകളൊക്കെ നടത്തുന്നത്? സുവിശേഷീകരണമാണോ യഥാർത്ഥമായ ലക്ഷ്യം? കഴിഞ്ഞ ദിവസം ഞാൻ കുമ്പനാടിന്റെ വഴിയിലൂടെ യാത്ര ചെയ്ത സമയത്ത് അവിടെ കുമ്പനാടിന്റെ ദേശത്ത് ഒരു പാസ്റ്റർ വലിയൊരു മൈക്കുമായി വലിയൊരു മൈക്ക് സെറ്റും മൈക്കൊക്കെ ആക്കിയിട്ട് അവിടെ വളരെ ഘോരാന്തരം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു, യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അവിടെ കൂടിയിരുന്ന ചിലർ പറയുന്നത് കേട്ടു. അത് എപ്രകാരമാണെന്ന് ഞാൻ പിന്നെ പറയാം. അന്ന് അവിടെ ഞാൻ ആ പാസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, എന്തിനാണ് ഈ കുമ്പനാട് പോലെയുള്ള ദേശത്ത് ഇങ്ങനെ സുവിശേഷം പറയേണ്ട ആവശ്യം? കാരണം ഈ 102ാം കൺവെൻഷൻ നടക്കാൻ പോകുന്നു. IPCയുടെ കുമ്പനാട് കൺവെൻഷൻ, അല്ലെങ്കിൽ നമുക്കറിയാം കേരളത്തിലെ അറിയപ്പെടുന്ന കൺവെൻഷനുകളിൽ ഒന്നാണ് കുമ്പനാട് കൺവെൻഷൻ. ആ കുമ്പനാട് കൺവെൻഷൻ 101 വർഷക്കാലം അവിടെ ഘോരാന്തരം പ്രസംഗിച്ചു. രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടവിടാതെ പ്രസംഗം അവിടെ സ്റ്റേജിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ദേശങ്ങളിൽ മൊത്തം സുവിശേഷം കേട്ടുകൊണ്ടേയിരിക്കുന്നു. 102 വർഷക്കാലമായിട്ട് അത് കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ദേശത്ത് എന്തിനാണ് ഇപ്രകാരം ഒരു പാസ്റ്റർ മൈക്കും എടുത്ത് പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത കടന്നു വന്നത് ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് ഇവിടെ കിടന്ന് പ്രസംഗിക്കുന്നത്? മലബാറിലേക്കൊക്കെ പോട്ടെ. ഈ മലബാർ ഏരിയകളിലൊക്കെ അവിടെ ഒന്നും സുവിശേഷീകരണം അധികം എത്തിയിട്ടില്ലല്ലോ. അവിടെയൊക്കെയും കർത്താവിന്റെ വേലയെ അല്ലെങ്കിൽ കർത്താവിന്റെ വേല അധികം ശോഷിച്ചിരിക്കുന്ന ഒരു ദേശമാണല്ലോ. ആ ഭാഗങ്ങളിലൊക്കെ പോട്ടെ എന്നൊക്കെ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു. പക്ഷേ ആ ചിന്തയൊക്കെ അവനെ മാറ്റിമറിച്ചത് ഈ കുറച്ച് കൂട്ടര് ചേർന്ന് പറഞ്ഞ ആ കാര്യത്തെ കുറിച്ചാണ്. അതെന്താണ് ഞാൻ പിന്നെ പറയാം. അങ്ങനെ അന്ന് ഞാൻ അവിടുന്ന് കടന്നുപോയി 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ കുമ്പനാടിന്റെ വഴിയിലൂടെ വീണ്ടും സഞ്ചരിച്ച സമയത്ത് ആ IPCയുടെ മുന്നിൽ കുറെ പോലീസ് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. കുറെ പോലീസ് വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു. ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ അകത്തോട്ട് നോക്കിയപ്പോൾ അവിടെയും കുറെ പോലീസുകാരെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഞാൻ അവിടെ തൊട്ടടുത്തുള്ള കടയിലേക്ക് ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചതൊന്നും അടിയാണ്, അവിടെ ലഹളയാണ്, അവിടെ കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞു, വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തു, അവിടെ അടിയും പിടിയൊക്കെ നടന്നതിന്റെ പരിണിത ഫലമായിട്ടാണ് പോലീസൊക്കെ വന്നത് എന്ന് അവിടെ കാണുവാൻ അവർ പറയുവാൻ ഇടയായിത്തീർന്നു. അപ്പോഴാണ് അന്ന് അവിടെ കൂടിയിരുന്ന കുറച്ചു പേര് ആ പാസ്റ്റർ സുവിശേഷം പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞ വാക്യങ്ങൾ ഇപ്രകാരമാണ്: നിങ്ങൾ ആദ്യം പോയി നിങ്ങളെ തന്നെ നന്നാക്കുക, നിങ്ങളിലുള്ളവരെ നന്നാക്കുക. നിങ്ങൾ അവിടെ അടിയും ലഹളയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, അവിടെ അവരെ പോയിട്ട് മാനസാന്തരപ്പെടുത്തുക, എന്നിട്ട് വാ ഞങ്ങളിലേക്ക് എന്നാണ് അന്ന് അവിടെ കൂടിയിരുന്ന കുറച്ച് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടത്. അപ്പോ ഈ കാര്യം അപ്പോഴാണ് എനിക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായത്. കാരണം അവിടെ വലിയ ലഹള നടന്നുകൊണ്ടിരിക്കുന്നു, വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഒരാള് ഘോരാന്തരം സുവിശേഷം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ യേശുക്രിസ്തുവിന്റെ വക്താവാണ്, യേശുക്രിസ്തുവിന്റെ സുവിശേഷം കയ്യിലേന്തി നടക്കുവാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ നമ്മൾ തന്നെ അഭിമാനിക്കുന്ന കാര്യമാണ്. മറ്റുള്ളവരെയൊക്കെ പുച്ഛമാണ്. നമുക്കറിയാം ഇന്നത്തെ പെന്തക്കോസ്ത് തലങ്ങളിൽ മറ്റുള്ള ക്രൈസ്തവ വിഭാഗങ്ങളെ എടുത്തു നോക്കുമ്പോൾ അവർക്കൊക്കെ വളരെ പുച്ഛമാണ്. നമ്മൾ മാത്രമേ സ്വർഗത്തിലേക്ക് പോകത്തുള്ളൂ എന്നുള്ള ചിന്തയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒത്തിരി ആൾക്കാരെ നമുക്കറിയാം. പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ പോലും ഈ പെന്തക്കോസ്തുകാരെ നമ്മുടെ ഈ IPCയുടെ ഇടയിൽ വളരെ പലയിടങ്ങളിൽ, IPC മാത്രമല്ല പല ചർച്ചുകളുടെയും അവസ്ഥ ഇന്ന് ഇങ്ങനെ തന്നെയാണ്. പലതരത്തിലുള്ള അടികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരുടെ ഇടയിലും ഇലക്ഷനൊക്കെയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇലക്ഷൻ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തെന്ന് പറയുന്ന ആൾക്കാർ അവരുടെ ചുമതലകൾക്ക് വേണ്ടി ഇലക്ഷൻ നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ഇലക്ഷൻ കഴിയുന്നതിന് മുന്നേ തന്നെ അടിയൊക്കെ ഉണ്ട്. ആരാവണം, എന്താവണം, അവിടെ ഒരു വലിയൊരു പൊളിറ്റിക്സ് ആണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അടി എന്ന് പറയുന്നതിനേക്കാളും അവിടെ പൊളിറ്റിക്സ് ആണ്. പൈസ കൊടുത്തിട്ട് ആൾക്കാരെ വോട്ട് ചെയ്യിപ്പിക്കുന്നു. സ്വന്തം താല്പര്യത്തെക്കാളും ഉപരി പണത്തിന് വേണ്ടി പലരും പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്കിത് കാണുവാൻ സാധിക്കുന്നു. ഇതൊക്കെയും ചെയ്യുന്നത് കൺവെൻഷൻ നടത്തുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം അവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൺവെൻഷൻ കമ്മിറ്റി ഉണ്ടാക്കാൻ ഇതൊക്കെയും കൺവെൻഷന് മുന്നോടിയായിട്ട് പല കമ്മിറ്റികൾ രൂപപ്പെടുന്നു. ആ കമ്മിറ്റികളിൽ അടിയാകുന്നു. ഇന്നയാള് തലപ്പത്ത് വരുമ്പോൾ ഇയാൾക്ക് ഒരു പ്രശ്നം വന്നു, ഇന്നയാള് ഞാൻ ആ കാര്യം നിർവഹിക്കാം എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ കടന്നു വരുന്നു. ഇതൊക്കെയാണ് പലപ്പോഴും ഇന്ന് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെയൊന്നും സുവിശേഷീകരണത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല എന്ന് ചൂണ്ടിക്കാണിക്കുവാനാണ് ഞാൻ ഇതൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 102 വർഷക്കാലം സുവിശേഷം പറഞ്ഞിട്ടും വീണ്ടും അവരുടെ ഹൃദയങ്ങളിൽ പോലും മാനസാന്തരമില്ലാതെ, ഇതിൽ നേതൃത്വം വഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ പോലും ദൈവസ്നേഹം കാണിക്കാതെ, മറ്റുള്ളവരിലേക്ക് അത് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ പറയുന്നതിനെ കൊണ്ട് യാതൊരു കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൺവെൻഷനുകൾ പലയിടങ്ങളിലും ഉടലെടുക്കുമ്പോഴും കൺവെൻഷനുകൾ പലയിടങ്ങളിലും കാണപ്പെടുമ്പോഴും
അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം സുവിശേഷീകരണമാണെങ്കിൽ നല്ലത് തന്നെ. പക്ഷേ അതിനേക്കാളും അപ്പുറമായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇത് മാനസാന്തരത്തിന് ഇടയാക്കുന്നുണ്ടോ? ലക്ഷങ്ങളും കോടികളും മുടക്കിയാണ് പലപ്പോഴും സുവിശേഷീകരണത്തിന് എന്ന് പറഞ്ഞ് ഈ കൺവെൻഷനുകൾ നടക്കുന്നത്, ആഘോഷമാക്കിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ ഈ പണം കൊണ്ട് സുവിശേഷീകരണം നടത്തുന്ന നടക്കാത്ത പലയിടങ്ങളിലേക്കും പലരെ അയക്കുവാൻ ആരും തയ്യാറാകുന്നില്ല. സുവിശേഷം എത്തിയിട്ടില്ലാത്ത ദേശങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുവാൻ ആരും തയ്യാറാകുന്നില്ല. പണത്തെ മുഴുവനായിട്ട് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്, അല്ലെ പണത്തിന് വേണ്ടിയാണ് പലപ്പോഴും ഈ കൺവെൻഷനുകളൊക്കെ നടത്തുന്നത് എന്ന് നമുക്ക് കാണും. അധികാരത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ പലയിടങ്ങളിൽ വീണു പോയിരിക്കുന്നു. സുവിശേഷീകരണം ഇന്ന് നടക്കുന്നില്ല. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് പാരമ്പര്യമായിട്ട് വളർന്നു വരുന്ന ആൾക്കാർ മാത്രമേ ക്രിസ്തീയ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. പുതിയ ഒരാള് ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നത് വളരെ ചുരുക്കം തന്നെയാണ്. അപ്പോൾ അതിന് ന്യായമായിട്ട് പല കാര്യങ്ങളും പറയും. പക്ഷേ യഥാർത്ഥ കാര്യം സുവിശേഷീകരണം മര്യാദക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ്. സുവിശേഷം പറയാൻ പോകുന്നവരോട് പോലും, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ആ കുമ്പനാട് കൺവെൻഷനിൽ കുമ്പനാട് ദേശത്ത് ആ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾ ആദ്യം നന്നാകുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കൂ. കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക പലപ്പോഴും നമ്മൾ മറന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അത് എടുത്തു കളഞ്ഞിട്ടാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. പണം നമ്മുടെ ക്രിസ്തുവിനേക്കാളും ഉപരി, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെക്കാളും ഉപരി നമ്മൾ പണത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു, അധികാരത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു, നമ്മുടെ സംഘടനകളെ നമ്മൾ ക്രിസ്തുവിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതല്ല ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതിനേക്കാളും വലിപ്പമുള്ള, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു മടങ്ങി പോകുന്നതിന് മുന്നേ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തെങ്ങും പോയി സുവിശേഷം അറിയിക്കുക, സകലരെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവാൻ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ ശിഷ്യന്മാരാണെന്ന് പറയുന്ന നടക്കുന്നവർ ഇവിടെ ലഹളയും പ്രശ്നങ്ങളും ഉടലെടുത്തുകൊണ്ടേ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ വീണു പോയിരിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മൾ വീണു പോയിരിക്കുന്ന ദൈവമക്കളെ, പലയിടങ്ങളിലും ഇന്ന് സുവിശേഷീകരണം എന്ന് പറഞ്ഞ് പലതരത്തിലും പലരും നമുക്കറിയാം, പല ആൾക്കാരും ചെയ്യുന്നില്ല എന്നല്ല, പലരും ചെയ്യുന്നുണ്ട്, സുവിശേഷീകരണം ചെയ്യുന്നുണ്ട്. പലരും മൈക്കുകളൊക്കെ എടുത്തിട്ട് പരസ്യയോഗങ്ങളും ട്രാക്ട് വിതരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനും എഫക്റ്റ് കിട്ടാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ ഒരു ഐക്യതയില്ല, നമ്മുടെ ഇടയിൽ ഒരു യൂണിറ്റി ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ദൈവമായി കൂടുതൽ അടുത്ത് ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, സകല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ സകല ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ നമ്മുടെ ഈ ക്രൈസ്തവ സമൂഹത്തിൽ ഇന്ന് ഉടലെടുക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ദൈവിക പ്രവൃത്തികൾ ഇത് വെളിപ്പെടുന്നില്ല. നോർത്ത് ഇന്ത്യയിലും പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലൊക്കെ കർത്താവിന്റെ പ്രവൃത്തികൾ വളരെ ശക്തമായി പ്രയോജനപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ, ഇന്ന് കേരളത്തിൽ അപ്രകാരമുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, രോഗസൗഖ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഉപരി ദൈവപ്രവൃത്തിയാണെന്ന് പറഞ്ഞ് അഭിനയങ്ങളിലൂടെ, അല്ലെങ്കിൽ പല ആക്ടേഴ്സിലൂടെയും ഈ പ്രകാരം പലതും ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ വീണു പോയിരിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മൾ വീണു പോയിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ തിരിഞ്ഞ് മാനസാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ നമ്മൾ തീർച്ചയായും നരകയോഗ്യരായി തീരും. നമുക്കൊരു വചനം വായിക്കാം. അതിപ്രകാരമാണ് പറയുന്നത്. 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? നമ്മൾ വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു വചനം തന്നെയാണ്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. നമ്മൾ ഓരോരുത്തർക്കും ഒരു ന്യായവിധിയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നു. നമ്മൾ ദൈവത്തിന്റെ സുവിശേഷത്തിൽ മാറി അകന്ന് ഇന്നും ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കൂട്ടരാണെന്ന് മനസ്സിലാക്കാത്ത പലരുമാണ് നമ്മുടെ കൂട്ടത്തിലായിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും വ്യതിചലിച്ചു പോകും. നമ്മുടെ വചനത്തിൽ അടിസ്ഥാനമായിട്ടിരിക്കേണ്ടുന്ന നമ്മുടെ വിശ്വാസത്തെ വ്യതിചലിച്ച് പലപ്പോഴും എഴുതപ്പെടാത്ത നിയമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗലാത്യ ലേഖനം 4:17 തോന്നുന്നു, എവിടെയാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ ആണ്ടുകളും മാസങ്ങളും സകലതും ആചരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചത് വെറുതാവായി പോയെന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളിപ്പോഴും നോക്കിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് മാറി അകന്ന്
കൺവെൻഷനുകൾ അല്ലെങ്കിൽ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. വാർഷികാഘോഷം എന്ന് പറഞ്ഞ് നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നടക്കുന്നു, അതിനുവേണ്ടി ലക്ഷങ്ങളെ ചെലവഴിക്കുന്നു. അല്ലെങ്കിൽ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ട് വർഷം തോറും നമ്മൾ കൊണ്ടാടുന്നതിന് വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവാക്കുന്നു. ഇതൊക്കെയും ഒരു ആചാരമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. സുവിശേഷീകരണം കേരളത്തിൽ അന്യം നിന്നു പോകുന്നു. യഥാർത്ഥ സുവിശേഷീകരണം ഇന്ന് കേരളത്തിൽ വെളിപ്പെടുന്നില്ല. യഥാർത്ഥമായ ദൈവിക പ്രവൃത്തി കേരളത്തിൽ വെളിപ്പെടുന്നില്ലാത്തതിന്റെ കാരണം നമ്മൾ ഓരോരുത്തരും തന്നെയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതത്തിൽ ന്യായവിധി വരുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന വചനം ഇപ്രകാരമാണ്: ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിൽ തുടങ്ങും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഇന്ന് ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ കൂട്ടത്തിലാണ് ഇന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന് ഒരു മാനസാന്തരം സംഭവിച്ചിട്ടില്ല, നമ്മുടെ മനസ്സിനൊരു മാനസാന്തരം സംഭവിച്ചിട്ടില്ല. നമ്മൾ ഇപ്പോഴും ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമ്മൾ ഇതുവരെ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദൈവമേ, ഇന്നു മുതൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ, കർത്താവെ, സുവിശേഷീകരണം ഞാൻ എൻ്റെ കാലിന് ചെരുപ്പാക്കിയിട്ട് ഞാൻ പോകുന്ന ഇടങ്ങളിലൊക്കെയും ഞാൻ സുവിശേഷീകരണം സംഭവിക്കും, അല്ലെങ്കിൽ ഞാൻ സുവിശേഷീകരണം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമുക്ക് മുന്നേറുക. നമ്മുടെ ജീവിതത്തിൽ സത്യസുവിശേഷം പലയിടങ്ങളിലേക്കും എത്തിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, അതിനുവേണ്ടി എന്നെ സഹായിക്കണമേ. ഇന്ന് അന്യം നിന്ന് പോകുന്ന സുവിശേഷീകരണം ഇനിയും ഉടലെടുക്കുവാൻ, ഇനിയുള്ള തലമുറകൾ ദൈവത്തിനു വേണ്ടി പ്രയോജനമുള്ളതായി തീരുവാൻ, യഥാർത്ഥമായ വചനത്തിന് അടിസ്ഥാനമായി ജീവിക്കുവാൻ. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ സഭകളിലുള്ള കുഞ്ഞുങ്ങളിലൊന്നും വിശ്വാസം കാണുവാനില്ല. അതിന്റെ യഥാർത്ഥമായിട്ടുള്ള കാരണം നമ്മുടെ പിതാക്കന്മാരുള്ള ഈ ലഹളയും യൂണിറ്റി ഇല്ലായ്മയൊക്കെ തന്നെയാണ്. നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള യൂണിറ്റി ഇല്ല, സ്നേഹമില്ല, പലതരത്തിലുള്ള മത്സര ഓട്ടം പലയിടങ്ങളിൽ നടന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെയും പിള്ളേരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹത്തെ മാറ്റിക്കളയുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണെന്ന് നാം മറന്നു പോകരുത്. നമ്മുടെ പിതാക്കന്മാർ തന്നിരിക്കുന്ന ആ വിശ്വാസം അത് നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളുക, അവരെ നമ്മൾ മനസ്സിലാക്കുക, അവരുടെ മാതൃകയാക്കുക. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞതിന്റെ പ്രകാരം നിങ്ങൾ അവരുടെ വിശ്വാസത്തെ മനസ്സിലാക്കിയിട്ട് ആ വിശ്വാസത്തിനനുസരിച്ച് അവരെ മാതൃകയാക്കുക എന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്രകാരം തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പൂർവികന്മാരെ എന്ത് ചെയ്തുവോ അപ്രകാരം മുന്നേറുവാൻ നമ്മൾ തയ്യാറാകുക. അവരെ പോലെ വിശ്വാസത്തിൽ ദൃഢതയുള്ളവരായി തീരുക. അപ്രകാരം സുവിശേഷീകരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുക. അധികാരങ്ങൾ, പണം ഒരിക്കലും നമ്മളെ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകാൻ നമുക്ക് പോകാൻ സാധിക്കില്ല. ദൈവസന്നിധിയിൽ നമ്മളൊരു കൊട്ടാരം പണിയുവാൻ നമ്മൾ തയ്യാറാകുക, വീട് പണിയുവാൻ തയ്യാറാകുക. അതിനുവേണ്ടി ഇവിടെ നമ്മൾ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കിരീടം പ്രാപിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ അധികാരത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടി നടന്നു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് പ്രതിഫലം കുറഞ്ഞു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളതാകുക. കൺവെൻഷനുകളും പല കാര്യങ്ങളും നല്ലത് തന്നെ, പക്ഷേ അത് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളതായി തീരുവാൻ ഇടയാകുക. ഇന്നത്തെ കൺവെൻഷനുകൾ ഒരിക്കലും സുവിശേഷീകരണം നടക്കുന്നില്ല. ഇത് ദൈവ മക്കൾക്ക് വേണ്ടി നടത്തുന്ന സുവിശേഷ ഒരു കൺവെൻഷനുകളാണ് ഇന്ന് പലപ്പോഴും നടക്കുന്നത്. പല ക്രൈസ്തവ വിഭാഗങ്ങളിലും കൺവെൻഷനുകൾ നടക്കുന്നതൊക്കെയും അവരുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രസംഗിക്കുവാൻ വേണ്ടി, വിശ്വാസികൾ കടന്നു വന്ന് പ്രസംഗം കേട്ടിട്ട് യാതൊരു കാര്യവുമില്ല. അവിശ്വാസികൾക്ക് വേണ്ടി സുവിശേഷീകരണം നടക്കുവാൻ ഈ പണത്തെയും ഈ സമയത്തെയും ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടുകളും അതിനുവേണ്ടി പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിൽക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.